ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ 2024 ജൂൺ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജനറൽ പേപ്പറിൽ എങ്ങനെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ യൂണിറ്റും എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ലിസണിങ്, ലോജിക്കൽ ലിസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ 3 യൂണിറ്റുകളും വളരെ ഹാർഡായിട്ടാണ് ഒരു 80% അപേക്ഷകരും കാണുന്നത്. അതായത് നെറ്റിന് അപേക്ഷിച്ചുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു 80% സ്റ്റുഡൻസും ഈ 3 യൂണിറ്റുകളെ ഹാർഡായിട്ട് കാണുന്നു. അങ്ങനെ കാണുന്നത് കൊണ്ടുള്ള പ്രധാന പ്രശ്നം ജനറൽ പേപ്പർ മൊത്തത്തിൽ നമുക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, വളരെ ടഫായിട്ട് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, തിയറി യൂണിറ്റുകളെ കൃത്യമായിട്ട് പഠിക്കുക, ഓരോ യൂണിറ്റും സിലബസ് വൈസ് ആയിട്ട് പഠിക്കുക, എന്നതിന് ശേഷം അതിലെ PYQ പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ആവശ്യമാണെങ്കിൽ റിവിഷനിലേക്ക് പോകുക. റീഡിംഗ് കോമ്പിനേഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള PYQ നമ്മുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിനി ബാലൻസ് ഉള്ളത് 3 യൂണിറ്റുകളാണ്. ഈ 3 യൂണിറ്റുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് വളരെ ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഹാർഡാണ് എന്ന് തോന്നുന്നവരെല്ലാം തന്നെ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഒരു 20% പേർക്ക് ഈ ഒരു ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ കാണാം, സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പഠനത്തിലേക്ക് പോകാം. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമാണെങ്കിൽ മാത്രം തുടർന്ന് കാണുക. അപ്പൊ ജനറൽ പേപ്പർ മൊത്തത്തിൽ നമുക്ക് ഈസി ആയിട്ട് തോന്നാനും വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകാനും നമ്മൾ ഈ 3 യൂണിറ്റുകളും ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് മാത്തമെറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. മാത്തമെറ്റിക്കൽ റീസണിങ് വരുന്ന കാര്യങ്ങൾ, സിലബസിൽ വരുന്ന കാര്യങ്ങൾ ടൈപ്സ് ഓഫ് റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ് ആൻഡ് റിലേഷൻഷിപ്പ്, മാത്തമെറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, ഏവറേജ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, ഇത് തികച്ചും മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, നമുക്കിനി പരീക്ഷയിലേക്ക് കഷ്ടിച്ച് 100 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജൂണിലാണ് നമ്മുടെ പരീക്ഷ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ യൂണിറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, ബേസിക് ലെവൽ മുതൽ പഠിച്ചു വരാൻ സമയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നുള്ള PYQ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മിനിമം ഒരു 5 വർഷത്തെ PYQ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു 10-20 ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു 50 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ലഭിക്കും. അതൊരു 100 ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ 101ാമത്തെ ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഏത് ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ സാധിക്കുമെന്നുള്ളത്. ഈ ഒരു യൂണിറ്റിനെ ഒരിക്കലും പറ്റില്ല എന്ന് കരുതുന്ന നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജനറൽ പേപ്പറിൽ ഓരോ യൂണിറ്റ് പഠിക്കുന്നതിനും കൃത്യമായ രീതികളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. തിയറി യൂണിറ്റുകളിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് പഠിക്കണം, എന്നതിന് ശേഷം മാത്രമേ PYQലേക്ക് പോകാവൂ. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. PYQ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ എല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ട്രാറ്റജി അല്ല ഇതിലേക്ക് വരുമ്പോഴുള്ളത്, ഇത് രണ്ടിന്റെ അല്ല, നമ്മൾ മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴുള്ളത്. നമ്മൾ ഒരു കാര്യത്തെ വളരെ ഹാർഡായിട്ട് സമീപിക്കുന്നതും അതിനെ ഈസി ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ സ്മാർട്ടായിട്ട് സമീപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ PYQ മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് PYQs ലഭിക്കുകയും ചെയ്യും. അതായത് ഡിഫിക്കൽട്ടി ലെവൽ വളരെ ഹാർഡായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിന് ഉത്തരങ്ങൾ ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ഇനി നൽകാൻ പോകുന്ന PYQ ഡിസ്കഷൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, മാത്തമെറ്റിക്കൽ റീസണിങ് ഇനി അങ്ങോട്ടേക്ക് ഡെയിലി PYQ പ്രാക്ടീസ് ചെയ്തോളൂ. മാക്സിമം ചോദ്യങ്ങൾ, ഏകദേശം 5000-ലധികം ചോദ്യങ്ങൾ നമുക്ക് 5 വർഷത്തേക്ക് ഈ ഒരു ഒറ്റ യൂണിറ്റിൽ നിന്ന് ലഭിക്കും.
അതെല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സംസ്കൃതിയിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത യൂണിറ്റ് ആണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് റീസണിങ്, അനലോഗീസ്, വെൻ ഡയഗ്രാം, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാനുണ്ട്. എന്നാൽ 2020 ശേഷം കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ഇന്ത്യൻ ലോജിക് എന്നാണ്. ഇന്ത്യൻ ലോജിക് മീൻസ് ഓഫ് നോളജ്, പ്രമാണ, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലപ്തി, നമ്മുടെ സ്ട്രക്ചർ ആൻഡ് കൈൻഡ് ഓഫ് അനുമാനാസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ആയുർവേദ ചികിത്സയിലൊക്കെയാണ്. അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് UGC നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിലുള്ള കൃത്യമായ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോർ ഓഫ് ഓപ്പോസിഷൻ, അത് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ നൽകിയിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഈ ഒരു യൂണിറ്റിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ തിയറി യൂണിറ്റുകൾ പോലെ തന്നെയാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മളുടെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ആദ്യം ഒക്കെ നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്ന ഒരു ലോജിക്കും ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് ഇത് വരുന്നത്. അത് ഈ ഒരു നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PYQ സെക്ഷനും ഇനി നമുക്ക് ഉൾപ്പെടുത്താം. എന്നാലും മുഴുവനായിട്ട് PYQ പ്രാക്ടീസിങ് അല്ല ലോജിക്കൽ റീസണിങ്ങിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി പഠിച്ചു പോകാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിൽ ഇനിയില്ല. ഓക്കെ, അടുത്ത യൂണിറ്റ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് 2018 സിലബസ് മാറിയതിനു ശേഷം 2023 വരെ നമുക്ക് ടേബിൾ ചാർട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ടേബിൾ തരും, അതിൽ കുറച്ച് വിവരങ്ങൾ തരും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നൽകും. 5 ചോദ്യങ്ങൾ, 2 മാർക്കിനുള്ളത്, 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഈ ഒരു യൂണിറ്റിൽ ഒരുപാട് പുരോഗതി ഉണ്ട് പലർക്കും. കാരണം കഴിഞ്ഞ പരീക്ഷയിലൊക്കെ തന്നെ ഒത്തിരി പേർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുറകിലോട്ട് നിൽക്കുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും ലോജിക്കൽ റീസണിങ്ങിലും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷനിലുമാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ പലർക്കും ഇപ്പോഴും ടഫാണ്. തിയറി യൂണിറ്റുകളിൽ ICTയും പീപ്പിൾ ഡെവലപ്മെന്റും പലർക്കും ടഫാണ്. അപ്പൊ എന്നിരുന്നാലും ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പൊതുവെ നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും റീഡിംഗ് കോംപ്രിഹെൻഷനിലും ഒരേ മെത്തേഡാണ്, ഓൺലി PYQ. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് 100 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ 3 യൂണിറ്റുകളിൽ നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യണം. റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായനകൾ, അതുപോലെ എഡിറ്റോറിയൽ അതൊക്കെ വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാക്സിമം PYQ ചാനലിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതായത് ഡിഫിക്കൽട്ടി ലെവൽ വെരി ഹാർഡായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കണക്കിലെ ക്രിയകൾ, അതായത് കൂട്ടുക, ഗുണിക്കുക, ഹരിക്കുക, പെർസെൻറ്റേജ് കാണുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ്പീഡാക്കി കഴിഞ്ഞാൽ നമുക്ക് സമയനഷ്ടം ഉണ്ടാവില്ല. നമുക്കറിയാം, നമുക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റും 20 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കണം. നമുക്ക് 100 ചോദ്യങ്ങളിൽ നമ്മുടെ മെയിൻ പേപ്പറിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. 50 ചോദ്യങ്ങളിൽ ജനറൽ പേപ്പറിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. അതായത് എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് ശരിയാക്കണം എന്നുള്ളതിനെ പറ്റി പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കട്ട് ഓഫ് എത്രയാണോ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇവിടെ ടാർഗറ്റ് നിശ്ചയിക്കാൻ. വർഷത്തിൽ വരുന്ന കട്ട് ഓഫ്, അതിൽ നിന്നൊരു 5 or 6 മാർക്ക് കൂട്ടിയിട്ട് വേണം നമ്മുടെ ടാർഗറ്റ് നിശ്ചയിക്കാൻ. ഇപ്പോ 200 മാർക്കാണ് നിങ്ങളുടെ സബ്ജക്റ്റ് വന്നിരിക്കുന്ന കട്ട് ഓഫ് എങ്കിൽ നിങ്ങൾ ഒരു OBC NCL അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയോ ഒരു 200 മാർക്കാണ് കട്ട് ഓഫ് എന്ന് കരുതുക. അപ്പൊ ഒരു 210 നമ്മുടെ ടാർഗറ്റ് വരിക. അപ്പൊ 100-ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, 50-ൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠനത്തെ മുന്നോട്ടേ കൊണ്ടുപോകാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാത്തമെറ്റിക്കൽ റീസണിങ്ങും നമുക്ക് കൂടുതൽ PYQ ചാനൽ ഉൾപ്പെടുത്താം. റീഡിംഗ് കോമ്പ്രഹെൻഷൻ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്യുക. മിക്ക ദിവസങ്ങളിലും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 യൂണിറ്റ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ 3 യൂണിറ്റിനെ ഡിഫിക്കൽട്ടി ലെവൽ വളരെ ഹാർഡായിട്ട് കാണാതെ അതിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ മാറുക. ഇതിനെ ഹാർഡായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും ജനറൽ പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെ മാറ്റി നിർത്തി തന്നെ പഠിക്കുക. ജനറൽ പേപ്പറിൽ നമ്മുടെ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോവാതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി യൂണിറ്റുകളെ മാറ്റുക, റീഡിംഗ് കോമ്പ്രഹെൻഷൻ മാറ്റുക, അപ്പോൾ മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളെ മാറ്റി നിർത്തുക. ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കിനെ വളരെ ഈസി ആയിട്ട് സ്മാർട്ട് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാവുമ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നതിന് ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാനും നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ ഒരു 100-ലധികം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ വരും. ആ ഐഡിയയിൽ നിന്നും അടുത്ത ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഞങ്ങളിലൂടെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കും. നമ്മൾ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്ത് റിവിഷൻ നടത്തേണ്ട സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാണ്, അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലം മാത്രമേ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നൽകുകയുള്ളൂ. കാരണം ഇതിന്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ്. ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഓരോ യൂണിറ്റിനെയും മനസ്സിലാക്കി വേണം പഠിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. തിയറി യൂണിറ്റിന്റെ സ്ട്രാറ്റജി അല്ല നമുക്ക് മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് മാത്തമെറ്റിക്കൽ റീസണിങ്ങിന്റെയും ലോജിക്കൽ റീസണിങ്ങിന്റെയും അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെയും ചോദ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ ഇതിനെ ഒരു മാറ്റി നിർത്തി സാധിക്കാത്തൊരു കാര്യം, അപ്പോൾ ഈ യൂണിറ്റുകളെ സാധിക്കാത്തൊരു കാര്യമായിട്ട് മാറ്റി നിർത്തരുത്. വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുക. കാരണം മറ്റുള്ള ടോപ്പിക്കുകൾ അപേക്ഷിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ 3 യൂണിറ്റുകളും. ഓക്കെ, ഓരോ കാര്യങ്ങൾ ഇപ്പൊ ലോജിക്കൽ റീസണിംഗ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആവും. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ യൂണിറ്റ് ഈസി ആയി. അങ്ങനെ ആകുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഇത് പ്രാവർത്തികമാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 യൂണിറ്റുകൾ ഒരു 20% പേർക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അവർ എങ്ങനെയാണോ പഠിക്കുന്ന ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന 20% പേർക്ക് അത് അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അവർക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതാൻ പറ്റും. അവർക്ക് ജസ്റ്റ് ഒരു 10-20 ചോദ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രം അവരൊന്ന് റീഫ്രഷ് ആവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ 80% പേരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ വളരെ നേരത്തെ പഠിച്ചു പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പരീക്ഷയുടെ ഒരു വീക്ക് മുമ്പേ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് ഫസ്റ്റ് പേപ്പറിലേക്ക് നമ്മുടെ മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പേപ്പർ ഉണ്ടാവില്ല. ഇത്തവണ പലർക്കും പറ്റിയത് അതാണ്. ഫസ്റ്റ് പേപ്പറിന് കൂടുതൽ സമയം കൊടുത്തു, സെക്കൻഡ് പേപ്പറിൽ ആർക്കും മാർക്കില്ല. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ ചെയ്തു, അവിടെ വീഡിയോ കണ്ടു, ഇവിടെ വീഡിയോ കണ്ടു, അവസാന ഘട്ടത്തിൽ റിവിഷന് സമയം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നിർത്തുക. ഇത്തവണയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. PYQ പ്രാക്ടീസ് ഇനി അങ്ങോട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ലോജിക്കൽ റീസണിങ്ങിന്റെ ഇന്ത്യൻ ലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് നൽകാം, കാണാൻ ശ്രമിക്കുക. ഇഫക്റ്റീവായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മുടെ ജനറൽ പേപ്പറിന്റെ കോഴ്സിനൊക്കെ ഫീ വരുന്നത് 2500 രൂപയിലും താഴെയാണ്. ആവശ്യമാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് 100 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഓർത്തു വെക്കുക, എണ്ണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിങ്, സ്റ്റേ സേഫ്.